നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കള്ളം പറയുന്നതും ചതിക്കുന്നതും ഞാൻ ക്ഷമിക്കില്ല. എങ്കിലും പറ, സത്യം എന്താ? നീ പറയാൻ. ശ്യാമേ, നിന്നോടല്ല പറയാൻ പറഞ്ഞത്. ആരെയോ കിനാവ് കാണുന്ന പോലുണ്ടല്ലോ. കാര്യം എന്താന്ന് ഇയാൾക്ക് ഊഹിക്കാലോ. ശാലിനിയല്ലേ? ശാലിനി വരും. എടോ, ശാലിനി ഇങ്ങോട്ട് ക്ഷണിക്കാൻ അമ്മ തീരുമാനിച്ചതൊരു നല്ല ലക്ഷണമായിട്ടല്ലേ ഇയാൾക്ക് തോന്നണേ? ശാലിനി അല്ലല്ലോ ക്ഷണിച്ചത്, പപ്പി മോള് സത്യ ക്ഷണിച്ചു. അക്കൂട്ടത്തിൽ അവളുടെ അമ്മയോടും വരാൻ പറഞ്ഞു. അതവള് കുട്ടിയായതുകൊണ്ടല്ലേ. അങ്ങനെയാണോ? പാവം. അല്ല, ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അല്ലാന്ന് ഇയാളൊന്ന് പറയടോ. ആരെങ്കിലും ഇപ്പോ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു ആശ്വാസ. മുങ്ങിച്ചാവാൻ തുടങ്ങുന്നവനൊരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടുന്ന പോലെ. നേരത്തെ അങ്ങനെയൊക്കെ പറയാൻ കമലിനുണ്ടായിരുന്നു, ശ്യാമയും രോഹിത്തും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പപ്പിമോള് പോലെ എന്റെ ശത്രുവാ. കാരണം എന്താ? ഇയാള് കാരണം. വിഷ്ണുട്ടാ, ഇയാളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശാലിനിയുടെ സ്ഥാനത്ത് അങ്ങനെ വേറെ ആരെയും കാണാൻ അവരെ കൊണ്ട് പറ്റില്ല. ഒരാശ്വാസമൊക്കെ പറയാൻ ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ആശ്വാസത്തിലാണല്ലോ താനും ദിവസങ്ങൾ തള്ളി നിൽക്കുന്നേ. ഹർഷൻ, ഞാനിവിടെ നിന്നെ ഹർഷനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഓർത്തോണം. ആ ഉപകാരസ്മരണയിൽ വേണം നീ സത്യാമ്മയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇയാളൊന്നും മിണ്ടാത്ത? ഞാൻ ഹർഷനെ പറ്റി ആലോചിക്കുകയായിരുന്നു വിഷ്ണുട്ടാ. അറിയാം, ഹർഷനെ പറ്റിയിട്ട് ഒരുപാട് മധുര സ്വപ്നങ്ങളുണ്ടെന്ന്. രണ്ടുപേരെയും സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കല്ലേ. ഇപ്പൊ നമ്മളെ ശപിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരെല്ലാം നമ്മുടെ ഈ നാടകം യഥാർത്ഥ പ്രണയത്തിന് വേണ്ടിയിട്ടാണെന്നറിയുമ്പോ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും. സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിലകറ്റുന്നേക്കാൾ വലിയ പാപമൊന്നുമില്ലടോ. ഞാനിപ്പോ അത് തിരിച്ചറിയുന്നുണ്ട്. ഏത് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിലും വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും സ്വപ്നം തകർത്തുകൊണ്ട് കാർത്തികയ്ക്ക് ഒന്നും വേണ്ട മധുശ്രീ. മാപ്പ്. ഹലോ, ഇയാൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു നല്ല സൂചന തന്നെയാ. ശാലിനി വരട്ടെ, സത്യമേ ശാലിനിയായിട്ടുള്ള അകൽച്ചയൊക്കെ മാറട്ടെ. ഹർഷനെത്തുമ്പോ സത്യാമ്മയ്ക്ക് ശാലിനിയെ സ്വീകരിക്കാൻ അത് കൂടുതൽ എളുപ്പമാകും. അതാ ഞാൻ പറഞ്ഞത്. ഹായ്. ഹലോ അമ്മേ. മോളെ, അത് ശാലിനി അങ്ങോട്ട് എത്തിയോടി? ഇല്ലമ്മേ. പപ്പിമോളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ അവരെത്തൂന്നാ പറഞ്ഞ. അല്ല, എന്തു പറ്റിയമ്മേ? ഓരോന്ന് ആലോചിച്ചിട്ട് ഇരിക്കെ പൊറുതിയില്ലടി. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. ഒന്നും പേടിക്കാനില്ലമ്മേ. സത്യമ്മയുടെ അറിവോടുകൂടിയല്ലേ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വരുന്നേ. പിന്നെന്താ? ആ, പക്ഷേ അമ്മയ്ക്കും കൂടി വരായിരുന്നു. ഓ, വരണോന്ന് വിചാരിച്ചതാ.
പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു. എന്താ അമ്മേ? എടി, സത്യാമ്മയും ശാലിനിയും മുഖാമുഖം. അതിനിടയില് വിഷ്ണു വിവാഹം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ്. ഇതെല്ലാം കൂടി എന്താവും ആലോചിച്ച് നോക്കിയപ്പോ ഒരു പരവേശം. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് ആലോചിച്ചാ മതിയല്ലോ. ചടങ്ങിന് വരാതെ ഇരിക്കാം. പക്ഷെ ഇതിനിടെ പെട്ടുകിടക്കുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കമ്മേ. എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? മോളെ, ഓരോന്ന് ആലോചിക്കുമ്പോ ഭ്രാന്ത് വരുമോ അമ്മേ? എപ്പോഴാ എങ്ങനെയാ ഈ കടങ്കഥയ്ക്കൊക്കെ പരിഹാരം ഒന്ന് ആലോചിക്കുമ്പോ എല്ലാം ശരിയാവും മോളെ. എങ്ങനെ ശരിയാവോ അമ്മേ? പപ്പി എന്റെ മോളല്ലെന്നുള്ളതല്ലേ സത്യം. എടി മോളെ, അതൊക്കെ ശരിയാകും. നീ ഒന്ന് സമാധാനിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം. അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. എടി എടി മോളെ, ഇവള് കട്ട് ചെയ്തോ? എന്താടി ഞാൻ ഈ കേട്ടത്? എന്താ സത്യമ്മേ? ദേ, എനിക്ക് മുമ്പിൽ ഒളിച്ചു കളിക്കാൻ നോക്കല്ലേ. ഞാനോ? ദേ, കളിക്കല്ലേ ശ്യാമേ. പപ്പി നിന്റെ മകളല്ലെന്ന് പറയുന്നത് ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. ദേ, ഇത്രയും നാള് നീ ഞങ്ങളെയൊക്കെ വഞ്ചിക്കായിരുന്നോ? ദേ, എന്തൊക്കെ ക്ഷമിച്ചാലും കള്ളം പറയുന്നതും ചതിക്കുന്നതും ഞാൻ ക്ഷമിക്കില്ല. എങ്കിൽ പറ, സത്യം എന്താ? നീ പറയാൻ. ശ്യാമേ, നിന്നോടല്ല പറയാൻ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.